ഞാൻ ചെന്നൈന്ന് ഫ്ലൈറ്റ് കയറുമ്പോ ആസിഫ് അലിനെ കണ്ട നല്ലായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. താഴെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയി. ആസിഫ് അലി ഷോർട്സ് ഇട്ട് വാക്കിംഗ് പോവാ. ഞാൻ കണ്ടു താഴെ. അടിപൊളി ചേച്ചി, താങ്ക് യു സോ മച്ച്. എനിക്ക് സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശിവാംഗിയുടെ മുമ്പിൽ ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നു, ഇവിടെ വന്നാ കണ്ടിപ്പാ നിങ്ങളെ കൂട്ടിട്ട് വരുന്നത് എനിക്ക് അറിയാം. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ട്. ഈ അമ്മ ഉണ്ടല്ലോ, ഞാൻ റൂമിലിരിക്കുമ്പോ രാത്രി വന്ന് ഡോറിന്റെ അടുത്തൊന്ന് ഒളിഞ്ഞു നോക്കും. നീ ആരോടെ സംസാരിക്കണേന്ന് എനിക്കറിയില്ലേ. ഈ അമ്മയ്ക്കല്ലേ ഡൗട്ട് പ്രായം ഇതല്ലേ, അമ്മ ഇത് കഴിഞ്ഞല്ലേ വന്ന്. പിന്നെ ഈ അമ്മ ഉണ്ടല്ലോ, 1 മണിക്ക് എനിക്ക് റീൽസ് അയക്കും. അയ്യോ, അതെന്താ റീൽസ് എന്നറിയോ? പൂച്ചയുടെ റീൽസ്. എന്നിട്ട് ആ പൂച്ച പേജിനോട് ഹായ് യുവർ കാറ്റ് ഈസ് വെരി ക്യൂട്ട് എന്നൊക്കെ പറയും. അതെ, അല്ല പൂച്ച പേജിനെ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കര ഒരു പൂച്ചപ്രേമിയാ. മറ്റേ ഇതുണ്ടോ? അതെ, കാണാറില്ല അത്? അതാണ് ഫേമസ് പൂച്ച പേജ്. അത് മറ്റേ വലിയ പൂച്ച, കൊച്ചു പൂച്ച, കാർട്ടൂൺ. ഇത് ഒറിജിനൽ പൂച്ചകള്. ഇപ്പൊ എന്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു, ഉണ്ട് ഗോവിന്ദൻ. ഇപ്പൊ 6 വയസ്സായി. പൂച്ചയുടെ പേരാണോ ഗോവിന്ദൻ? ഗോവിന്ദൻ. ഗോവിന്ദൻ പാട്ട് പാടും. ഗോവിന്ദൻ ഇല്ല, കറക്റ്റ് അല്ലേ വിളിക്കുന്നത്? ഒരു പൂച്ചയുടെ പേര് ഗോവിന്ദൻ, ഇന്നൊരു പൂച്ചയുടെ പേര് ഷൺഭകം. 10-70 പൂച്ച ഉണ്ടായിരുന്നു. 70 പൂച്ചേ? എല്ലാം ഓടി ഓടി പോയി. നിങ്ങളുടെ വീട്ടിലല്ല പൂച്ച, ആ പൂച്ചകളുടെ ഇടയിൽ നിങ്ങൾ 3